വിശുദ്ധ ഖുർആനിലെ ഒരധ്യായത്തിൽ അള്ളാഹു പറയുകയാണ്, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ മുസ്ലിമേ എന്ന് വിളിച്ചുകൊണ്ടല്ല പറയുന്നത്. മുസ്ലിമും ഹിന്ദുവും എല്ലാ ജാതിയിലും സത്യവിശ്വാസി ഉണ്ട്. സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും ശരിയായ വാക്ക് പറയുകയും ചെയ്യുക. സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വിശ്വസിക്കുന്നവർ, അള്ളാഹുവിനെ ഏക ദൈവത്തെയും അവൻ്റെ റസൂലിനെയും, റസൂൽ എന്ന് പറഞ്ഞാൽ പ്രവാചകനെ മാത്രമല്ല, 25 പ്രവാചകന്മാരെ, ഈസ, യേശുവിനെ ഒക്കെ വിശ്വസിക്കുന്നവർ സത്യവിശ്വാസികളാണ്. അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മം നന്നാക്കി തരികയും നിങ്ങളുടെ പാവങ്ങൾ അവൻ പുറത്തു തരികയും ചെയ്യും. അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും ആർ വിശ്വസിക്കുന്നുവോ അവൻ മഹത്തായ വിജയം നേടിയിരിക്കുന്നു. ഈ സത്യനിഷേധി എന്ന് പറയുന്നത് ആരാണ്? സത്യത്തെ നിഷേധിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ദൈവം ഇല്ല എന്നും അന്ത്യനാളില്ല എന്നും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് സത്യനിഷേധി. സത്യവിശ്വാസി എന്ന് പറയുന്നത് ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുകയും ദൂതന്മാരെ, പ്രവാചകന്മാർ, ആദം നബി മുതൽ മുഹമ്മദ് നബിയിൽ വരെ വിശ്വസിക്കുന്ന ദൂതന്മാരെ വിശ്വസിക്കുകയും ചെയ്യുന്നവർ സത്യവിശ്വാസികൾ ആണ്. അവർ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആരോ ആയിക്കൊള്ളട്ടെ, അവരുടെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം കൊടുക്കുന്നതാണ്. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ, സത്യവിശ്വാസിയായിരിക്കെ ചിലർ നാനാ മതത്തിലും കാണും, പല മതത്തിലും കാണും, അവർക്ക് അള്ളാഹു അവരുടെ അവസാന നിമിഷം അവരുടെ പാവങ്ങൾ പുറത്തു കൊടുക്കുകയും അവർ അള്ളാഹുവിൽ ഏക ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അത് പുറത്തു കൊടുക്കുകയും അവരെ നേരായ മാർഗത്തിൽ നയിക്കുകയും ചെയ്യുന്നതാണ്. അവർ ചെയ്ത പാവങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് പറയുന്നത് ബാബറി മസ്ജിദ് പൊളിക്കാൻ നേതൃത്വം കൊടുത്ത ഒരു ഹിന്ദു സഹോദരനുണ്ടായിരുന്നു. അദ്ദേഹം അവസാനം താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും സത്യത്തിൽ വിശ്വസിക്കുകയും ഒരു സത്യവിശ്വാസിയാവുകയും അവസാനം ഇസ്ലാമിലേക്ക് വരാൻ അള്ളാഹു തൗഫീക്ക് നൽകുകയും മരിക്കുകയും ചെയ്തു.